DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 27 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കൊടുംചൂടിന് ആശ്വാസമായി ഇന്നു മുതൽ വേനൽമഴ പെയ്യുമെന്ന് പ്രവചനം എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതോടൊപ്പം ഉയർന്ന താപനില മുന്നറിയിപ്പും തുടരുന്നുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത് തടയാൻ നിർണായക നടപടിയുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക എക്സൈസ് തീരുവ കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പെട്രോളിന് നികുതി 10 രൂപയാണ് കുറച്ചത്. ഇതോടെ പെട്രോൾ തീരുവ 13 ആയിരുന്നത് 3 കുറഞ്ഞു. ഡീസൽ അധിക തീരുവ 10 ആയിരുന്നത് പൂർണ്ണമായും ഒഴിവാക്കി. ഇതോടെ ഡീസൽ തീരുവ 0 പെട്രോൾ, ഡീസൽ ചില്ലറ വില വർദ്ധിക്കുന്നത് തടയുക ലക്ഷ്യമിട്ടാണ് നടപടി. തീരുവ കുറച്ചെങ്കിലും ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റമുണ്ടാകില്ല. അടുത്തറിയിപ്പ്, പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് അഥവാ PNG സൗകര്യമുള്ള പ്രദേശങ്ങളിൽ LPG സിലിണ്ടറുകൾക്ക് പകരം PNGയിലേക്ക് മാറുന്നത് സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ ഉപഭോക്താക്കൾ PNG കണക്ഷനിലേക്ക് മാറണം. അല്ലാത്തപക്ഷം അവരുടെ LPG വിതരണം നിർത്തലാക്കിയേക്കാം. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വാതക ഇറക്കുമതി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ദീർഘകാലം തുടരാൻ സാധ്യതയുള്ളതിനാൽ ഇറക്കുമതി ചെയ്യുന്ന LPGയേക്കാൾ ആഭ്യന്തരമായി വിതരണം ചെയ്യാവുന്ന PNGക്ക് പ്രാധാന്യം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തുടനീളം പ്രകൃതിവാതക പൈപ്പ് ലൈൻ ശൃംഖല യുദ്ധകാലാടിസ്ഥാനത്തിൽ വികസിപ്പിക്കും. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് വിവിധ അതോറിറ്റികളിൽ നിന്നുള്ള അനുമതികൾ, ഉയർന്ന ഫീസുകൾ എന്നിവ ഇനി മുതൽ തടസ്സമാകില്ല. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്കോ ഹൗസിംഗ് സൊസൈറ്റികൾക്കോ പൈപ്പ് ലൈൻ പ്രവർത്തികൾ തടയാൻ കഴിയില്ല. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലും പൈപ്പ് ലൈൻ എത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളിടങ്ങളിലും LPG സിലിണ്ടറുകൾ തുടർന്നും ലഭ്യമാകും. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ട്രാഫിക് നിയമലംഘനങ്ങളുടെ പേരിൽ പിഴ കുടിശ്ശികയുള്ള വാഹനോടമകൾക്ക് സുവർണാവസരം എത്തിയിരിക്കുകയാണ്. കുടിശ്ശികയുള്ള ചെല്ലാനുകളിലെ പിഴത്തുകയുടെ പകുതി മാത്രം അടച്ച് കേസ് തീർപ്പാക്കാനുള്ള അനുമതി സർക്കാർ നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് മാർച്ച് 15 പുറത്തിറക്കിയിട്ടുണ്ട്. 30/12/2024 മുൻപ് ചുമത്തിയിട്ടുള്ള ചെല്ലാനുകൾക്ക് മാത്രമായിരിക്കും ഈ ഇളവ് ലഭിക്കുക. ഇളവ് ലഭിക്കണമെങ്കിൽ 30/4/2026 പിഴത്തുക അടച്ച് തീർക്കേണ്ടതുണ്ട്. ഇളവാനുകൂല്യം നേടുന്നതിനായി വാഹന ഉടമകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലായ service.mvd.kerala.gov.in വഴി രജിസ്റ്റർ ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി അടച്ചു തീർക്കാത്ത പിഴകൾ മൂലം വാഹനങ്ങളുടെ ഫിറ്റ്നസ്, RC പുതുക്കൽ, ഉടമസ്ഥാവകാശ കൈമാറ്റം എന്നിവ തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക് ഈ പുതിയ ഉത്തരവ് വലിയ സഹായമാകും. ക്യാമറ വഴിയുള്ള പിഴകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ഈ ഇളവ് ബാധകമാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.